ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഞാനൊരു കുഞ്ഞ് കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്തെന്നുള്ളതാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അതത്ര എസ്തെറ്റിക് ഒന്നുമല്ല, പക്ഷേ എല്ലാവർക്കും ഡോഗ്സിനെയും അല്ലെങ്കിൽ ക്യാറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള പോലെ തന്നെയാണ് എൻ്റെ പെറ്റാണ് എൻ്റെ പ്ലാന്റ്സ്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ അവരെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതിൻ്റെ ചെറിയ ചെറിയ ഗ്രോത്ത് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്കത്ര സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു കുഞ്ഞ് സ്പേസിൽ ഞാൻ എങ്ങനെയാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്തതെന്ന് ഉള്ളത് കാണിച്ചു തരാം. അപ്പം എൻ്റെ ഗാർഡനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്കിങ്ങനെ ഫ്ലവേഴ്സ് മാത്രമുള്ള ഗാർഡനേക്കാളും എനിക്കിഷ്ടം എനിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെയൊക്കെയുള്ള ഗാർഡനാണ് എനിക്ക് കൂടുതലിഷ്ടം. പിന്നെ അതുകൂടാതെ ലീവ്സ് മാത്രമുള്ള പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഗാർഡൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആ ഗാർഡനിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഫുഡും കാണിച്ചു തരാം. എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് എൻ്റെ ഗാർഡനാണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഇതെൻ്റെ ഗാർഡനല്ല. ഇത് ഞങ്ങളുടെ ബിൽഡിങ്ങിന് പുറത്തുള്ള ഗാർഡനാണ്. എൻ്റെ ഗാർഡൻ ആ ടോപ്പിൽ കാണുന്നതാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള ഗാർഡനാണ്, ഒരു വിൻഡോ ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് കിച്ചൺ ഗാർഡൻ, പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവരാണ് ശരിക്കും എൻ്റെ കിച്ചണിലുള്ള പ്ലാന്റ്സ്. ഇത് ബോൾസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. OBI എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഞങ്ങളുടെ ഇവിടെ അടുത്തുണ്ട്. അപ്പൊ അവിടെ നിന്ന് പോയപ്പോൾ ഞങ്ങള് വൈൽഡ് ഫ്ലവേഴ്സിന്റെ ഒരു സീഡ്സ് വാങ്ങിയായിരുന്നു, ഒരു പാക്കറ്റ്. അപ്പൊ അതായിരുന്നു ഇതിലിട്ടായിരുന്നത്. പക്ഷെ ഇത് വലുതായി വന്നപ്പോൾ ഞാൻ ഓർത്തത് മിക്സ് ആയിരിക്കും എന്ന് ഓർത്തെ. പക്ഷെ ഇത് ബോൾസ് ആയിട്ട്, നമ്മുടെ ബോൾസ് എന്നാണോ എനിക്ക് പറയണമെന്ന് അറിയില്ല, നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതിന് ബോൾസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. വെച്ചാൽ ഇങ്ങനെ അതിന്റെ സീഡ്സ് ഇങ്ങനെ ടക്കം പറഞ്ഞിങ്ങനെ പൊട്ടും. അപ്പോൾ കുറേ ഇങ്ങനെ ബ്രൗൺ കളറുള്ള സീഡ്സ് ഉണ്ടാവുന്നത്. അതിന്റെ പല പല കളർ ഞാൻ കുഞ്ഞിലെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇത് ലെറ്റ്യൂസ് അല്ല, പക്ഷെ എന്തോ ഒരു സാലഡ് ലീവ്സ് ആണിത്. ഇതും ഞാൻ OBI എന്ന് പറഞ്ഞ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എന്തോ 75 സെൻസോ അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ ഇതിലൂടെ കാണിക്കാം. അന്ന് ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നു. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്ന് മുറിച്ച് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത് ഇപ്പൊ കാണിക്കാം. വെറും 79 സെൻസ് ആണ് ഈ സീഡ്സിന്റെ പാക്കറ്റിന് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പോലെ മണ്ണിൽ 2 സെന്റിമീറ്റർ ഒന്നും താഴെയാണ് ഞാനിത് വിത്ത് പാകിയത്. എന്നിട്ട് അതിൽ മീതെ കുറച്ച് മണ്ണിട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഈ ലീവ്സ് കുറച്ചുകൂടി യങ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ വെറുതെ കട്ട് ചെയ്തു. ഇത് ചിയാ സീഡ്സ് ഞാൻ ടിഷ്യൂ പേപ്പറിൽ നട്ടതായിരുന്നു ഈ കാണുന്നത്. ഇതും ഞാൻ സാലഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡാണ്. ടർക്കിയുടെ മീറ്റാണ് ഞാൻ അതിൽ ഗ്രില്ല് ചെയ്തു. ഈ സാലഡ് ലീവ്സ് ഒന്ന് വാഷ് ചെയ്തിട്ടു. പിന്നെ കുറച്ച് ബേബി ടൊമാറ്റോ, പിന്നെ നമ്മുടെ സാലഡ് ഡ്രസ്സിങ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാൻഡ്വിച്ച് ആണ്. ആ സാൻഡ്വിച്ചിൽ ഈ ലെറ്റ്യൂസ് ആഡ് ചെയ്തു. ലെറ്റ്യൂസ് അല്ല, ഈ സാലഡ് ലീവ്സ് ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഈ സാൻഡ്വിച്ച് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിൽ ഞാൻ ബേക്കൺ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു, പിന്നെ ഒരു എഗ്ഗ് എടുത്തു, പിന്നെ അതിൽ കുറച്ച് ചിയാ സീഡ്സിൻ്റെ സ്പ്രൗട്ട്സ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാലഡ് ലീവ്സ് കൂടി ആണ് അതിനകത്ത് വെച്ചത്. നല്ല ഭംഗിയില്ലേ? പിന്നെ ഇതായിരുന്നു എൻ്റെ ഗാർഡനിലെ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ്. ഇതെന്താ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് ജസ്റ്റ് മസ്റ്റാർഡാണ്. ഞാൻ മണ്ണിൽ വെറുതെ എൻ്റെ അടുത്തിരുന്ന് വെച്ച് കടുക് അത് ഞാൻ വെറുതെ പാകിയതാണ്. എൻ്റെ ഓർമ്മയിലുണ്ട് പണ്ട് മമ്മിയൊക്കെ ക്രിസ്മസിന് പുല്ലിന് പകരം കടുക് പാവുന്നത്. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇത് പാകിയത്. പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നു. ഈ കാണുന്നത് ഞാൻ പയർ മുളപ്പിച്ചതാണ്. ഇതിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇതിന് മണ്ണൊന്നും വേണ്ട, ഒരു ബോക്സ് പോലും വേണ്ട. ജസ്റ്റ് ഒരു ടിഷ്യൂവും ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു അലൂമിനിയം ഫോയിൽ എടുക്കുക, എന്നിട്ട് നമ്മളതൊരു ട്രേ പോലെയാക്കുക. ഏകദേശം ഒരു 2 ലെയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഒരു ട്രേ പോലെ ആവും അത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു കിച്ചൺ ടിഷ്യോ ടോയ്ലറ്റ് ടിഷ്യോ എന്തെങ്കിലും ഒരു ടിഷ്യൂ എടുത്തിട്ട് നമുക്ക് ഈ ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 2 ലെയർ വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ട്രേയിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യാം. ഈ പേപ്പറെല്ലാം വെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറുപയർ എടുക്കാം. ചെറുപയർ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വെറുതെ ഇതിനകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഈ വെറ്റായ പേപ്പറിലേക്ക് വെറുതെ അങ്ങനെ നമ്മളത് സ്പ്രെഡ് ചെയ്തിട്ടാൽ മതി. അങ്ങനെ ട്രേയിൽ ഫുള്ളായി പയറായി കഴിഞ്ഞെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിന് മീതെ ഒരു പേപ്പർ കൂടി വയ്ക്കുക. ഒരു ലെയർ മാത്രം പേപ്പർ വെച്ച് അത് അടച്ചു വയ്ക്കുക. എന്നിട്ട് വീണ്ടും വെള്ളം അതിൻ്റെ മീതെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് നനയുന്ന പോലെ. ഇത് ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഇതിന് ഗ്രോത്ത് ഉണ്ടാവും. എനിക്ക് അതിനെല്ലാം മടിയായതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ടിഷ്യൂലിട്ട് മുളപ്പിക്കാൻ നോക്കുകയാണ്.
2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് ഇതുപോലെ മുളച്ച് പോകും. ഇത് എപ്പോഴും നമ്മൾ നനച്ചുകൊണ്ടിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് ഈ പേപ്പർ ഡ്രൈ ആവും. ഇത് ഡ്രൈ ആവാൻ പാടില്ല, എപ്പോഴും നനച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത്ര മുളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുകളിലുള്ള പേപ്പർ മാറ്റാം. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെയായിരിക്കും. നമ്മൾ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ അടിയിലുള്ള പേപ്പർ നമ്മൾ തൊട്ട് നോക്കണം. അത് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡ്രൈ അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അങ്ങനെ വിളവെടുപ്പിനുള്ള സമയമായി. ഞാൻ ചിലപ്പോൾ ഇതിലെ തൈയൊക്കെ എടുത്ത് മാറ്റി നടാറുണ്ട്, അതിങ്ങനെ പ്ലാന്റ് ആയിട്ട് വരാറുണ്ട്. ഇത് നമുക്ക് തോരന് വേണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇതിൻ്റെ വേരിന് തൊട്ട് മുകളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇത്ര ലീവ്സാണ് കിട്ടിയേക്കുന്നത്. ഇത് തോരൻ വയ്ക്കുമ്പോൾ ഭയങ്കര ചെറുതായി പോകും, നമ്മുടെ ചീര പോലെ തന്നെ. പക്ഷേ നമുക്കിതിൻ്റെ ആ സ്റ്റെമ്മും എല്ലാം തന്നെ നമുക്ക് ഈ തോരന് വേണ്ടി എടുക്കാം. ഇതാദ്യം നന്നായി വാഷ് ചെയ്തെടുക്കണം. ഇത് എൻ്റേതായ രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇതിൽ പാൻ എടുത്തു, അതിലേക്ക് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലീവ്സ് ഇട്ടു. ഇനി ഇലകളൊക്കെ ഒന്ന് ഒതുങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടാം, ഇനി കുറച്ച് വേപ്പിലിടാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് മുട്ട ആഡ് ചെയ്യുന്നത്. മുട്ടയിലേക്ക് നിങ്ങൾക്ക് തേങ്ങയില ആഡ് ചെയ്യാം. എനിക്ക് മുട്ടയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് മുട്ട ആഡ് ചെയ്തത്. എന്നിട്ട് അതും കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ഇല പെട്ടെന്ന് കുക്കാവും, പിന്നെ ഈ മുട്ട കൂടി കുക്കാവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ തോരൻ റെഡിയായി. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് ഇലക്കറികൾ കുഞ്ഞിലേ മുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഇഷ്ടമായിരുന്നു. ഞാൻ ക്യാരറ്റ് ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഒരു മുളയ്ക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാനിതിങ്ങനെ മണ്ണ് കുറച്ച് ചെറുതായി ഒന്ന് മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേരുകൾ കണ്ടു, പക്ഷെ ഇതിൽ ഇല മുളയ്ക്കുന്നില്ല. എന്ത് ചെയ്താൽ പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കാണുന്നത്, നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുക്കണം, പിന്നെ ക്യാരറ്റിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ വയ്ക്കണം എന്ന്. അപ്പോൾ ഞാൻ അതുപോലെ ട്രൈ ചെയ്തപ്പോൾ ഒരു 5 ഡേയ്സിനുള്ളിൽ ഇതിൽ ഇല വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി ചുമ്മാ ഇതിൽ നടുന്നതായിട്ടാണ് ഞാൻ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അതുപോലെ നമുക്ക് നട്ട് നോക്കാം, മുളയ്ക്കൊന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അതൊരു പരാജയമായിരുന്നു ഗൈസ്. അത് വളർന്ന് പൊന്തിയില്ല. ഞാൻ അവിടെ എനിക്ക് കെയർ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അത് ഒരു ഫെയിലിയർ ആയിരുന്നു. ആ ഇലയെല്ലാം വാടിപ്പോയി ഉണ്ടായിരുന്ന ഇല, അതെനിക്ക് വിഷമമായിരുന്നു. പിന്നെ നമ്മുടെ സാലഡ് ലീവ്സ് ഇല്ലേ, അത് ആദ്യം ഉണ്ടായപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായത്, പിന്നീടാണ് അത് വളർന്ന് വലുതായത്. നമ്മുടെ ബെഡ്റൂമിലെ വിൻഡോ ഗാർഡൻ എന്ന് പറയുന്ന സംഭവം, അത് നമ്മൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ വിൻഡോ തുറക്കും. അപ്പം ഇത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗാർഡൻ ആയതുകൊണ്ട് തന്നെ അത്ര എസ്തെറ്റിക് അല്ല, പക്ഷെ അതിൻ്റെ ഇലകൾ കാണാൻ നല്ലതാണ്. ഈ കാണുന്ന പ്ലാന്റ് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതെൻ്റെ പൊട്ടാറ്റോയാണ്. ഇത് വളരെ ഈസി ആയിരുന്നു നടാനായിട്ട്. വെറുതെ മണ്ണിട്ടിട്ട് മണ്ണ് മാറ്റിയിട്ട് അതിൽ കുറച്ച് പൊട്ടാറ്റോ കുഴിച്ചിടുകയാണ് ചെയ്തത്. അതെൻ്റെ ഫ്രണ്ട് അനീന, അതിനിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അനീന പൊട്ടാറ്റോ നടുന്ന കണ്ടിട്ടാണ് ഞാൻ നട്ടത്. അവളുടെ ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ചാണ് ഞാൻ നട്ടേക്കുന്നത്. ഒരു ചെറിയൊരു ഉള്ളി നട്ടിട്ടുണ്ട്, അത് ഞാൻ വെറുതെ നട്ടതാണ്, വളരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അപ്പോൾ അനീനയ്ക്ക് ഇതിൽ ഒരുപാട് പൊട്ടാറ്റോസൊക്കെ കിട്ടിയായിരുന്നു, എനിക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ വാടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊട്ടാറ്റോസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണ് എൻ്റെ ബന്ദി. ഇതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വാടിപ്പോയി അതിന് ടൈം കഴിഞ്ഞപ്പോൾ. പിന്നെ ഇതിലൊരു യെല്ലോ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതെനിക്ക് ഒരു സ്ട്രേഞ്ചർ പെട്ടെന്നൊരു ദിവസം വാങ്ങി തന്നതാണ്. ഇതിലായിരുന്നു ഞാൻ ക്യാരറ്റ് നട്ടത്, പക്ഷെ ക്യാരറ്റ് ഇതിൽ മുളച്ചില്ല എന്നല്ല, അത് വലുതായില്ല. അതിൽ ഞാൻ വേറൊരു സംഭവം നടാം. എൻ്റെ കയ്യിൽ കുറച്ച് ചിയാ സീഡ്സ് ഉണ്ട്. ഈ ചിയാ സീഡ്സ് ഞാൻ മുളപ്പിച്ചായിരുന്നു. ഇതൊരു പ്ലേറ്റ് എടുത്തു, ആ പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തു, അതിന് മീതെ ഈ ചിയാ സീഡ്സ് ഇട്ടു. അങ്ങനെയാണ് ചിയാ സീഡ്സ് മുളപ്പിച്ചത്. അത് മുളപ്പിക്കാൻ കാണുന്ന പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ചിയാ സീഡ്സ് എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വീണ് പോയപ്പോൾ ഇത് ചുമ്മാ കളയാനും പറ്റില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നത് മുളപ്പിക്കാന്ന് പറഞ്ഞു. മുളപ്പിക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ചിയാ സീഡ്സ് ഞാനൊന്ന് മണ്ണിൽ മുളപ്പിച്ച് നോക്കാം. ഞാൻ ഒരിക്കലും മണ്ണിൽ ഇതുവരെ ചിയാ സീഡ്സ് മുളപ്പിച്ചിട്ടില്ല. അപ്പൊ അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യില്ലായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും ഇൻസ്റ്റയിൽ സ്റ്റോറി എങ്ങാനും ഇടാം, എങ്ങനെയായിരിക്കും മണ്ണിൽ ചിയാ സീഡ്സ് മുളച്ചാലുള്ളത്. ഇതിൽ കൂടി കുറച്ച് ബാക്കി മണ്ണുണ്ടായിരുന്നു, ആ മണ്ണ് ഇതിനകത്തേക്ക് കട്ട് ചെയ്യാം. ഇതില് മണ്ണിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ചുള്ളൂ, പക്ഷെ എന്നാലും നമുക്കത് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചുമ്മാ ഒന്നുമില്ല, മണ്ണിന്റെ മീതെ വെറുതെ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ചുമ്മാ വെള്ളം ഒഴിച്ചു, അതൊന്നിട്ടൊന്ന് ഇതെല്ലാം ഭയങ്കര സിമ്പിൾ കാര്യമാണ്, പക്ഷെ എനിക്കിതെല്ലാം വലിയ സംഭവമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നമുക്ക് ചിയാ സീഡ്സ് ഇടാം. ജസ്റ്റ് ചിയാ സീഡ്സ് ഞാൻ ഇങ്ങനെ ഇടുകയാണ്. ചിലപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും.
ചിയാ സീഡ്സ് വെറുതെ നിലത്ത് വീണാൽ പോലും മുളച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. വാവ്, എൻ്റെ ഗ്ലൗസിലൊക്കെയായി. പിന്നെ എൻ്റെ നല്ല ഭംഗിയായിട്ട് ബുഷി ആയിരുന്ന ആ മസ്റ്റാർഡില്ലേ, അത് കുറച്ചിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിപ്പോയി. അത് എനിക്കത് കെയർ ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് അത്രയാണോ അതിന് ഗ്രോത്ത് ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഓരോ തൈ നമ്മൾ മാറ്റി നടുമ്പോൾ അതിന് ഗ്രോത്ത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. ഇലകളെല്ലാം വരുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാനത് ഒരു ചെടികൾ ഞാൻ മാറ്റി നടുന്നുണ്ടായിരുന്നില്ല. ഇതാണ് ആർദ്ര. എൻ്റെ മൈക്ക് അപ്പോഴത്തേക്ക് ഓഫായി പോയായിരുന്നു. ഞാനത് അറിഞ്ഞേയില്ല. ഇങ്ങനെ ഭയങ്കരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈക്ക് ഓഫായി എന്നറിയാതെ. ആർദ്രയാണ് ഞാനിവിടെ ഹനോവറിൽ ഇല്ലാത്തപ്പോൾ, എൻ്റെ വീട്ടിലില്ലാത്തപ്പോൾ എൻ്റെ ചെടികളെയൊക്കെ കെയർ ചെയ്യുന്നത്. അവളാണ് അതിനെല്ലാം വെള്ളമൊക്കെ ഒഴിക്കാറ്. പിന്നെ എന്നെ ഈ ചെടികളെല്ലാം നടാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആർദ്ര തന്നെയാണ്. ആർദ്രയ്ക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ പ്ലാന്റ്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അവളുടെ ബെഡ്റൂമിലാണ് അവളുടെ പ്ലാന്റ്സ് എല്ലാം ഇരിക്കുന്നത്. അവൾക്ക് ഫ്ലവേഴ്സ് എല്ലാം ഇഷ്ടമാണ്. അപ്പം അവിടെ കാണുന്ന ആ ഓർക്കിഡ് കണ്ടോ, എനിക്ക് തോന്നുന്നു അതാണ് അവളുടെ ഫേവറേറ്റ് പ്ലാന്റ് എന്ന്. അത് ഞങ്ങൾ ഈ OBI നിന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെ ഈ മണി പ്ലാന്റ്, അതാണ് അവളുടെ ഫസ്റ്റ് പ്ലാന്റ്. പക്ഷേ അതിന് വെള്ളം ഒഴിക്കാത്തതുകൊണ്ടോ എന്തോ അതിന് യെല്ലോ ലീവ്സ് വരുന്നുണ്ട്. അതിന് നല്ല നീളം വെച്ചിട്ടുണ്ട്. മേടിച്ചപ്പോൾ അത് ചെറിയൊരു ചട്ടിയിലുള്ള കുറച്ച് ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് നല്ല നീളം വെച്ചു. പിന്നെ വേറൊരു ഓർക്കിഡ് ഉണ്ട്. പിന്നെ കുറച്ച് സ്നേക്ക് പ്ലാന്റ്സ് ആണ് അവൾക്കുള്ളത്. അവൾ ചെടികൾ അവളുടെ ബേബീസിനെ പോലെയാണ് കെയർ ചെയ്യുന്നത്. അതിന് വേണ്ടി എപ്പോഴും അടിയിലുള്ള ഒരു പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ, ആ പ്ലേറ്റൊക്കെ പുതിയത് എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കും. എന്തോ നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങുന്ന പോലെയാണ് അവൾ ആ പ്ലേറ്റ്സ് വാങ്ങുന്നത്. എനിക്ക് എപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിയാണ്. ഞാനിനി ആ ഡ്രൈ ആയിട്ടുള്ള ആ ചെടികളെല്ലാം മാറ്റി ഞാൻ അതിൽ കുറച്ച് ചിയാ സീഡ്സും അതുപോലെ തന്നെ ഒരെണ്ണത്തിൽ കുറച്ച് പയർ നടുവാണ്. അപ്പോഴാണ് ആർദ്ര പറഞ്ഞത് എൻ്റെ പള്ളിയിൽ പോയപ്പോൾ ഉള്ള ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു, അത് തലയിൽ കെട്ടിത്തരാം, ഒരു വിൻറ്റേജ് ലുക്കൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വീണ്ടും എൻ്റെ പ്ലാന്റിങ് ആരംഭിച്ചു പുതിയ ലുക്കിൽ. ബാക്കി കൂടി ഉണ്ടായ ആ കരിഞ്ഞ മസ്റ്റാർഡ് ചെടികൾ ഞാൻ എടുത്ത് മാറ്റിയിട്ട് 2 പോട്ട്സ് എടുത്തു. ഈ പോട്ട്സ് എല്ലാം ക്ലീൻ ചെയ്തു. ഇത് 2 എണ്ണം കൂടി ഞാൻ ഫ്ലോ മാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. €1.5 രണ്ടും കൂടി ആയുള്ളൂ. അതായത് ഒരെണ്ണത്തിന് 75 cents ആണ് ആയുള്ളൂ. ഇത് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു പോട്ട്സ്. എൻ്റെ കയ്യിലുള്ള ആകെ ഒരു നല്ല പോട്ട്സ് ഇത് രണ്ടുമാണ്. വേറെ എല്ലാ പോട്ട്സും എനിക്ക് ഫർഷങ്കം കിട്ടിയതാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങൾ പള്ളി പോണ വഴിക്കെല്ലാം ഫർഷങ്കം കിട്ടിയതാണ്. ബാക്കിയും എൻ്റെ കയ്യിലുള്ള എല്ലാ പോട്ട്സും. അപ്പോൾ ഉണങ്ങിയ ചെടികളെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ മണ്ണൊക്കെ ഒന്ന് വെറ്റാക്കിയിട്ട് ഒരെണ്ണത്തിൽ ഞാൻ ചിയാ സീഡ്സും ഒരെണ്ണത്തിൽ ഞാൻ പയറുമാണ് പാകാൻ പോകുന്നത്. ഈ പയർ ഇങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്ന ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ പയർ ഞാൻ ആ മണ്ണിലേക്ക് വെറുതെ ഇങ്ങനെ പാകുവാണ്. നമുക്ക് നോക്കാം എങ്ങനെയാവുമെന്ന്. അപ്പോൾ ദേ ഇവിടെ 2 പോട്ട്സും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞു ഗാർഡൻ. ഈ ഗാർഡൻ മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് €6 ആണ് ആയത്. അതായത് ഈ 2 പോട്ട്സിനും കൂടി €1.5 ആയത്. പിന്നെ ഇതിൻ്റെ സീഡ്സിന് 79 cents ആണ് ആയത്. പിന്നെ എൻ്റെ അടുത്ത് വേറെയുള്ള ഒരു ചെടിയുണ്ട്, അതിന് 79 cents ആണ് ആയത്. പിന്നെ ഈ മണ്ണിന് €3 ആണ് ആയത്. അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഈ മണ്ണ് കിട്ടും. പിന്നെ ഇപ്പോൾ ഓൾറെഡി സമ്മർ തീരാറായല്ലോ, ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിക്കുന്നവരോട്, ഇപ്പോൾ ജൂലൈ നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലും നമുക്ക് ഈ ചെടികളെല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും, ഒക്ടോബർ ആയാലും. പിന്നെ നമുക്ക് ഈ പയറൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പയറുണ്ടായില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ വെച്ച് തോരനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ സാലഡ് ലീവ്സ് വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാലഡ് ഉണ്ടാക്കാം. ഇതൊന്നും പറിച്ച് കളയാൻ തോന്നാറില്ല, പക്ഷെ നമുക്ക് സാൻഡ്വിച്ചിലും എല്ലാം ഇത് യൂസ് ചെയ്യാം. നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ ഒരു പാക്കറ്റ് സീഡ്സിൽ തന്നെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ മണ്ണ് വാങ്ങാൻ പറ്റാത്തവർക്കാണെങ്കിലും ഞാൻ ആ പയർ നടുന്നത് എങ്ങനെയാന്ന് കാണിച്ചല്ലോ. വെറുതെ ഒരു ടിഷ്യൂ പേപ്പറിൽ വരെ നമുക്ക് പയർ നടാം. നമുക്കൊരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.